ഹലോ ഹായ് ഓക്കെ റൈറ്റ് ഓക്കെ താങ്ക് യു പ്രേക്ഷകർ പറഞ്ഞതുപോലെ നമ്മൾ കുറച്ച് മിഠായി വാങ്ങിച്ചു. പ്രേക്ഷകർ പറഞ്ഞ അടിസ്ഥാനത്തിൽ മിഠായി എല്ലാവർക്കും കൊടുക്കണം കേട്ടോ. ഓക്കെ മിഠായി അതൊരു മിഠായി നമുക്ക് മിഠായി. ഹായ് മോളുടെ ബർത്ത്ഡേ ആണോ? അപ്പോൾ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. എത്ര വയസ്സായി? വയസ്സ് ചോദിക്കാൻ പാടില്ല ബർത്ത്ഡേ എന്ന്. അപ്പോൾ അങ്കിളിന് മിഠായി കൂടി തരാം. ഓക്കെ ഹാപ്പി ബർത്ത്ഡേ. ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ പാക്കറ്റിൽ കുറച്ചൊക്കെ കൊടുക്കാം അല്ലേ? ഓക്കെ റൈറ്റ് എല്ലാവർക്കും കൂടി മിഠായി കേട്ടോ. മിഠായി ഉണ്ടോ ആരെങ്കിലും? റൈറ്റ്. അയ്യോ കുഞ്ഞിന് ഒരു മിഠായി കൂടി വേണം. റൈറ്റ്. അപ്പോൾ മിഠായി വിതരണം കൂടി നമ്മൾ നടത്തുന്നു. അതാ മോളെ. ഓക്കെ കുഞ്ഞുമോളെ. ഓക്കെ ഇതാ മോനെ. ഓക്കെ താങ്ക് യു സർ. താങ്ക് യു സന്തോഷം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ വയനാടിലെ ജനത നിങ്ങളെ കാത്തിരിക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ്. ഒരു നാട് എങ്ങനെയാണ് സഞ്ചാരികളെ സ്വീകരിക്കുന്നത് എനിക്കറിയാത്തത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ മാധ്യമ ജീവിതത്തിലോ സാമൂഹിക ജീവിതത്തിലോ ഇങ്ങനെ ഏതെങ്കിലും ഒരു നാട് ഒരുമിച്ച് നിന്ന് ഇറങ്ങി നിന്നുകൊണ്ട് ഞങ്ങൾക്ക് അതിജീവിക്കണം എന്ന് പറയുന്നൊരു വികാരം നമ്മളുമായി പങ്കുവച്ചിട്ടില്ല. ആ കാഴ്ചയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. നിങ്ങളുടെ വീട്ടിലിരുന്ന് കാണുന്ന കാഴ്ച വയനാടിൻ്റെ സുന്ദരമായ സ്ഥലങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവിടെയുള്ള മനുഷ്യർ അവർ നമ്മളോട് കാണിക്കുന്ന ഈ കരുതൽ നിങ്ങൾക്കുള്ള കരുതലാണ്, നിങ്ങൾക്ക് വേണ്ടിയുള്ള കരുതൽ. ആൻഡോ, ഇത് ഈ ജനങ്ങളെ ഇത്ര രീതിയിൽ കാത്തിരിക്കുന്നത് ഇത് തുറന്നു കൊടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു അല്ലേ? അരുൺ, ഇപ്പോൾ കണ്ടില്ലേ നമ്മളിപ്പോൾ വന്ന വഴിക്ക് ജനങ്ങൾ അവരുടെ പ്രതികരണം കണ്ടില്ലേ? അവർക്ക് 6 മാസമായിട്ട് അവർ ശരിക്കും കഷ്ടപ്പെടുകയാണ്. ഈ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചതാണ് ഇത് ഏറ്റവും ബാധിച്ചത്. ഈ നമ്മുടെ ആനയുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ കുറുവാദ്വീപിൽ പ്രശ്നമുണ്ടായ സമയത്താണ് ഇക്കോ ടൂറിസം അടയ്ക്കുന്നത്. ഇക്കോ ടൂറിസം അടച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ബാക്കി വയനാട്ടിലെ എല്ലാ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളും അടച്ചു. കാരണം അങ്ങനെ ചെയ്യാനേ പാടുണ്ടായിരുന്നില്ല. കാരണം അതിനെക്കുറിച്ച് അറിയാതെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. കാരണം ഒരു സ്ഥലം ഇക്കോ ടൂറിസത്തിന് എന്താ പ്രശ്നമെന്ന് നോക്കാതെയാണ് ചെയ്തത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ വയനാട്ടിലെ ജനങ്ങൾ ഈ ദുരന്തം ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ ബുദ്ധിമുട്ടാൻ തുടങ്ങി. പക്ഷേ ദുരന്തം ഉണ്ടായപ്പോൾ ഈ ബാക്കിയുള്ള ഹ്യൂമറും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നത്തിൽ പോയി എന്നുള്ളതാണ് സത്യം. ഇതിനെ മറികടക്കലാണ് നമുക്ക് വേണ്ടത്. ആൻഡോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു നാട് അവിടേക്കുള്ള അതിഥികളെ കാത്തിരിക്കുകയാണ്, പ്രകൃതി കാത്തിരിക്കുകയാണ്. സുരേഷ്, എനിക്കൊന്ന് നല്ല പ്രകൃതി അല്ലേ നമ്മളവിടുന്ന് യാത്ര പുറപ്പെട്ടപ്പോഴുള്ളതല്ല, ഇപ്പോൾ നമ്മൾ യാത്ര തുടരുമ്പോൾ കാണുന്നത്. തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിലെ എല്ലാ ക്ലൈമറ്റും നമ്മൾ ഒരുമിച്ച് അനുഭവിച്ച് ഈ ഒരു 4.5 മണിക്കൂർ കൊണ്ട്. നല്ല വെയിൽ, നല്ല ചൂട്, പാലക്കാടിൻ്റെ ചൂട് ഇവിടെ കിട്ടും. നിങ്ങൾ ഇടുക്കിയുടെ എന്താണ് നമ്മൾ മറ്റേ കിട്ടുന്നുണ്ട്. കൊളുക്കുമലയിൽ പോയാൽ നിങ്ങൾക്ക് കാണുന്ന സൂര്യോദയം നിങ്ങൾക്ക് വയനാട്ടിൽ കിട്ടും. ചാറ്റൽ മഴ, കാറ്റ്. ആലപ്പുഴയിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടുന്ന മഴ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കേരളത്തെ മുഴുവൻ സമഗ്രതയിൽ അനുഭവിക്കാൻ പറ്റുന്നൊരു സ്ഥലം കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത നിറഞ്ഞത്. മാത്രമല്ല ഇവിടുത്തെ നാട്ടിലെ ജനങ്ങളൊക്കെ ഒരുപാട് മാറി ഈ ടൂറിസത്തെ അവരുടെ പ്രധാനപ്പെട്ട ജീവിത സാധ്യതയായി കണ്ടു. തീർച്ചയായിട്ടും ഇവിടെ കൂടുതലും പ്രശ്നം വന്നത് നമ്മുടെ ഈ ഹോം ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഹോം സ്റ്റേസ് പ്രൊമോട്ട് ചെയ്ത ആൾക്കാർക്കാണ് കൂടുതൽ ഇഷ്യൂസ് വന്നിരിക്കുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ. കാര്യം ഇവരൊക്കെ അതിനെ മാത്രം അതിജീവിച്ച് കഴിയുന്നവരാണ്. 1, 2, 3 ദിവസം അവർക്ക് അതിഥികളില്ലെങ്കിൽ അവരുടെ ജീവിതം പെട്ടുപോകുന്നൊരു സാഹചര്യമുണ്ട്. പലയിടങ്ങളിലും ആളുകളില്ല. എന്തായാലും നമ്മളുടെ യാത്ര നമ്മൾ തുടരുകയാണ്. ഇപ്പോൾ പ്രേക്ഷകർ ഈ സ്ഥലത്തിൻ്റെ പേര് ഇനിയിപ്പോൾ നമ്മൾ വടുവഞ്ചാൽ കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലം അമ്പലവയലിലേക്കാണ് പോകുന്നത്. ഓക്കെ.